പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ എന്ന് ചോദിച്ച പൂന്താനം മഹാകവിയെപ്പോലെ ജീവിതം കുറച്ചു കാലത്തേക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമായി കരുതി പരസ്പര സ്നേഹത്തിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെ ഇതിഹാസം തീർക്കാൻ നമുക്ക് സാധിക്കണം. ചൂഷണം ചെയ്യപ്പെടുന്ന പാവങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി നിലകൊള്ളാൻ, അവർക്ക് വേണ്ടി പരസ്പരം സഹകരിക്കാൻ, അവർക്ക് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് പറഞ്ഞപ്പോഴാണ് നാം സ്ത്രീയുടെ കാര്യം ഓർത്തത്. 1995 സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രത്യേക സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കാനും ഒരു കമ്മിറ്റിയെ നിർമ്മിക്കാനും അന്താരാഷ്ട്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വനിതാ സംഘടനകളും ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കളും തീരുമാനിച്ചപ്പോൾ WWC എന്ന വേൾഡ് വിമൻസ് കോൺഫറൻസിൽ വെച്ച് അവർ തീരുമാനമെടുത്തപ്പോൾ അവിടെ അവർ പാസാക്കിയ പ്രമേയത്തിലെ ഒരു വാക്കാണ് ഇന്നത്തെ ഈ മദീനയിലേക്കുള്ള പാത എന്ന പ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസത്തിൽ അതാണ് ഫാത്തിമ എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹതിയായ പുത്രിയാണ് ഫാത്തിമ. ആ ഫാത്തിമയുടെ കഥ പറയുമ്പോൾ സ്ത്രീത്വത്തിന്റെ മുമ്പിലുള്ള മഹാമാതൃകയായിട്ടാണ് ഫാത്തിമയെ നാം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ചരിത്രത്തിൽ ഫാത്തിമ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീയുടെ മേൽവിലാസം സംരക്ഷിക്കാൻ ഒരു പബ്ലിക് ഡിഫൻഡറായി മാറുക. പബ്ലിക് ഡിഫൻഡർ, ഒരു കമ്മിറ്റി പബ്ലിക് ഡിഫൻഡർ ആകണമെന്നാണ് WWCയുടെ റെസൊല്യൂഷനിൽ പറഞ്ഞത്. കേരളത്തിലെ ഇന്നത്തെ കഥ മനസ്സിലാക്കുമ്പോൾ ഓരോ വ്യക്തിയും പെങ്ങളുണ്ടെന്ന് വല്ലവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നത് പെണ്ണായി പിറന്ന ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നാണെന്ന് വിശ്വാസമുള്ളവർ ഈ ലോകത്ത് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവരെല്ലാം ഓരോരുത്തരും താൻ ഒരു പബ്ലിക് ഡിഫൻഡർ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെണ്ണിന്റെ വ്യക്തിത്വത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അഭിമാനത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി രംഗത്തിറങ്ങേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. സ്ത്രീയാകട്ടെ സ്ത്രീയുടെ വ്യക്തിത്വം മനസ്സിലാക്കണമെന്ന് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പെണ്ണെന്ന് പറയുന്നത് പരസ്യപ്പലകയിലെ വർണ്ണമല്ല, അവൾ പ്രപഞ്ചത്തിന്റെ ഛായാചിത്രത്തിലെ വർണ്ണമാണ്. പ്രപഞ്ചത്തിലെ ഛായാചിത്രത്തിലെ വർണ്ണമായ പെണ്ണിനെ വെറും പരസ്യത്തിന്റെ ഉപഭോഗത്തിന്റെ ഉപകരണമാക്കാൻ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ പെണ്ണ് വെറും ഉപകരണമായി, പെണ്ണ് കച്ചവടത്തിന്റെ കൊള്ളക്കൊടുക്കുള്ള മാധ്യമമായി, നാരിയല്ലാതാരുമില്ല എന്ന അദ്വൈതമായി. അവളെക്കുറിച്ച് പാടാൻ ആളുണ്ട്, കഥ പറയാൻ ആളുണ്ട്. പക്ഷേ കഷ്ടപ്പെടുന്ന സ്ത്രീക്ക് വേണ്ടി കണ്ണുനീര് വീഴ്ത്താനോ അവളെ സംരക്ഷിക്കാനോ അവൾക്ക് അഭയം ആലംബവുമേകാനോ അധികം ആളുകളില്ല. ഈ വിനീതൻ അടുത്ത കാലത്തൊരു വാർത്ത കണ്ടുകൊണ്ടിരിക്കെ, ഒരു ടെലിവിഷൻ വാർത്ത കണ്ടുകൊണ്ടിരിക്കെ കേരളത്തിലെ ഒരമ്മ ആ ടെലിവിഷന്റെ ചാനലിലെ വാർത്തയിൽ പൊട്ടിക്കരയുന്നത് കണ്ടു. എന്റെ മകളെ അവർ പിഴപ്പിച്ചത് പോകട്ടെ, പിഴപ്പിച്ച ശേഷം എന്റെ മകളെ അവർ കൊന്നു കുഴിച്ചു മൂടി. അവരിപ്പോഴും പിടിക്കപ്പെടാതെ നടക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ലെന്ന് തെക്കൻ കേരളത്തിലെ ഒരമ്മ പറയുന്നത് കേട്ടത് ഈ വിനീതൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ മനുഷ്യ മഹാസദസ്സിന്റെ മുമ്പിൽ ഓർത്തു പോകുന്നു. അന്ന് മുഴുവനും പിറ്റേന്നും എന്റെ മനസ്സിലാ അമ്മയുടെ കണ്ണീരായിരുന്നു. തൊഴിലാളിയായ ഒരു സ്ത്രീ, ജീവിതത്തിന് ആലംബം തേടുന്ന ഒരു സ്ത്രീ, കുഞ്ഞു പെങ്ങളെ, ആരാണ് നിന്റെ മേൽ കൈവച്ചത്? ആരാണ് നിന്നെ നശിപ്പിച്ചത്? ആരാണ് നിന്നെ കാമവെറിയോടെ നോക്കിയത്? ഒരു സാരിത്തുമ്പ് മതി, ഇന്നലെ നാം സൂചിപ്പിച്ച പോലെ ഒരു സാരിത്തുമ്പ് മതി ഒരുത്തന്റെ കാമമുണർത്താൻ എന്ന അവസ്ഥ വന്നിരിക്കുന്ന ഈ വല്ലാത്ത പ്രതിസന്ധിയുടെ നാണം കെട്ട ലോകത്ത് ഉയരുക. പെങ്ങളെ, നീ ഒരു അഗ്നിഗോളമാവുക, നീ ഒരു തീജ്വാലയാവുക. നീ കൊത്തിയെടുത്താലും കൊക്കിലൊതുങ്ങാത്ത മുത്തുരത്നമാവുക, വജ്രസമാനമായ ശക്തിവിശേഷമാവുക. അതാണ് ഫാത്തിമ പഠിപ്പിക്കുന്ന പാഠം. ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹയെ പോലെ ശക്തിയെ കൈയടക്കാൻ പെണ്ണിനുമുണ്ടാകണം ഒരാത്മബോധം, പെണ്ണിനുമുണ്ടാകണം മുന്നോട്ട് പോകാനുള്ള ഒരാത്മബോധം. ഈ കാട്ടുനീതിക്കെതിരെ അണിചേരാൻ നമുക്ക് സാധിക്കണം. സ്ത്രീ ജീവിതത്തിന്റെ മാത്രമല്ല സംസ്കാരത്തിന്റെ അടിത്തറയാണ്. അവൾ പുത്രി മാത്രമല്ല, അവൾ വെറും ഭാര്യ മാത്രമല്ല, അവൾ വെറും ജീവിത പങ്കാളി മാത്രമല്ല, അവളാണ് മാതാവ്, അവളാണ് പെങ്ങള്, അവളാണ് അഭയമേകുന്ന കൂട്ടുകാരി, അവളാണ് ആലംബം നൽകുന്ന രക്ഷാസ്ഥാനം.
അതുകൊണ്ട് പെണ്ണിനെ ബഹുമാനിക്കുന്നവനാരോ അവൻ സംസ്കാരത്തെ കണ്ടറിയുന്നു. കഷ്ടമാണ്. പൗരസ്ത്യ രാജ്യങ്ങളാണ് പെണ്ണിന്റെ മഹത്വം ലോകത്തെ പഠിപ്പിച്ചത്. പൗരസ്ത്യ രാജ്യങ്ങൾ. ഈ ഇന്ത്യയിലാണ് മാനഭംഗം ചെയ്യപ്പെട്ട പോലെ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട ദ്രൗപദിക്ക് വസ്ത്രം നൽകിയ ശ്രീകൃഷ്ണൻ ജീവിച്ചത്. ദുശാസനന്മാരുടെ കയ്യിൽപ്പെടാതെ സ്ത്രീയെ നോക്കാൻ പഠിപ്പിച്ച കൃഷ്ണന്റെ നാട്. ആ കൃഷ്ണന്റെ രാജ്യത്ത് പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന്റെ സ്ഥിതി എന്താണ്? പൗരസ്ത്യ രാജ്യങ്ങൾക്ക് സംഭവിച്ച ആന്തരികമായ ശൂന്യത എവിടെ നിന്ന് കിട്ടിയതാണ്? ഒന്നുമില്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യത്തെ സ്ഥിതിയിലേക്കെങ്കിലും പോയാ നന്നായിരുന്നു. അത് കഷ്ടമാണെങ്കിലും ന്യൂയോർക്ക് പട്ടണത്തിലോ ലണ്ടനിലോ പാരീസിലോ നടക്കാത്ത സംഭവങ്ങളാണ് കോഴിക്കോട്ടും മലപ്പുറത്തും തിരുവനന്തപുരത്തും കാസർകോട്ടും നടക്കുന്നത്. ന്യൂയോർക്ക് പട്ടണത്തിലൂടെ ഒരു പെൺകുട്ടിക്ക് നടന്നു പോകാൻ വലിയ പ്രയാസമുണ്ടായെന്ന് വരില്ല, അവൾക്ക് ബസ്സിൽ കയറാൻ വിഷമമുണ്ടായെന്ന് വരില്ല. പക്ഷേ ഇവിടെ ഇതാ വല്ലാത്ത ഒരു സാമൂഹിക സ്ഥിതിയിലേക്ക് ലോകം നീങ്ങുകയാണ്. 1400 കൊല്ലം മുമ്പ് അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കിടയിൽ, മർദ്ദിക്കപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിൽ പരിശുദ്ധ പ്രവാചക തിരുമേനി കടന്നു വന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. സത്യത്തിന്റെ നാമം പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമത്വത്തിന്റെ നാദമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീവർഗത്തിന്റെ വിമോചകനെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിന്റെ കണ്ണീര് കണ്ട ലോകനായകനെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ടാണ് ഒരാൾ ചോദിച്ചത്, നബിയേ, എന്നാണ് ഈ അക്രമമൊന്ന് അവസാനിക്കുക? എന്നാണ് ഈ മർദ്ദനങ്ങൾക്ക് അന്ത്യം? അങ്ങയുടെ അനുയായികളല്ലയോ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചഴക്കപ്പെടുന്നത്? അങ്ങയുടെ അനുയായികളല്ലയോ സത്യം പറഞ്ഞതിന്റെ പേരിൽ, സമത്വം വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ വെള്ള നിറമുള്ളവനും കറുത്ത നിറമുള്ളവനും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, അതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നത് അങ്ങയുടെ അനുയായികളല്ലയോ? എന്നാണ് ഇതിനൊരന്ത്യമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി. എന്തായിരുന്നു മറുപടി? മദീനയിലേക്കുള്ള പാതയുടെ ഈ മഹാസംഗമ നഗരിയിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും മാത്രമല്ല, ഇന്നത്തെ ലോകത്തെ ഏത് സഹോദരനോടും അഭിമാനത്തോടെ പറയാൻ തോന്നുന്നു, ഈ മർദ്ദനങ്ങളെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചപ്പോൾ മർദ്ദനം ഇന്ന ദിവസം അവസാനിക്കുമെന്ന് ഉത്തരം നൽകുന്നതിന് പകരം, നമുക്ക് സുരക്ഷിതത്വം നാളെ കിട്ടുമെന്ന് പറയുന്നതിന് പകരം, നിങ്ങളൊക്കെ നാളെ മോചിതരാകുമെന്ന് പറയുന്നതിന് പകരം ലോക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി വിചിത്രമായിരുന്നു. അതൊരു പക്ഷേ ഇന്നത്തെ ലോകത്തിന് അതിനേക്കാൾ വിചിത്രമായിരിക്കാം. അവിടുന്ന് മൊഴിഞ്ഞു, എല്ലാം അവസാനിക്കും. എല്ലാം അവസാനിച്ച ശേഷം ഈ അറേബ്യ മരുഭൂമിയിലൂടെ ഒരാൺ തുണയില്ലാതെ ഒറ്റക്കൊരു പെൺകുട്ടിക്ക് സ്വൈരസഞ്ചാരം നടത്താൻ കഴിയുന്ന ഒരു സുപ്രഭാതം ഇവിടെ ആഗതമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കാരത്തെ അളന്നു നോക്കാനുള്ള മാനദണ്ഡം പെണ്ണിന്റെ വ്യക്തിത്വമാണെന്നർത്ഥം. ഒരു നാഗരികതയാകുന്നത് അവിടെ സ്ത്രീ ബഹുമാനിക്കപ്പെടുമ്പോഴാണ്. ഒരു കൾച്ചറാകുന്നത്, ഒരു സിവിലൈസേഷനായി തീരുന്നത് അവിടെ സ്ത്രീ ആദരിക്കപ്പെടുമ്പോഴാണ്. അവിടെ സ്ത്രീക്ക് ബഹുമാനം ലഭിക്കുമ്പോഴാണ്. അവിടെ പെണ്ണിന്റെ വ്യക്തിത്വം ആദരിക്കപ്പെടുമ്പോഴാണ്. ബസ്സിൽ കയറി യാത്ര ചെയ്ത പെണ്ണിന്റെ സാരിയിലെ ദ്രാവകം രാസപരിശോധന കയക്കുന്ന നാണം കെട്ട കാട്ടുനീതിയുടെ ഘടികാരത്തിന്റെ സൂചി തിരികെ പിടിക്കുന്ന പ്രാകൃത ലോകത്തിന്റെ മുമ്പിൽ പെണ്ണിന്റെ വ്യക്തിത്വം ഉയർത്താൻ, പെങ്ങന്മാരുടെ കണ്ണീരൊപ്പാൻ ഒരു പുതിയ ശക്തി ഉയർത്തെഴുന്നേൽക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് പെങ്ങളെ നീ ഒരു അഗ്നിഗോളമാവുക, പെങ്ങളെ നീ ഒരു ശക്തി വിശേഷമായി മാറുക. ഇവിടെ പാവങ്ങളായ പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ കർശനമായി ശിക്ഷിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരട്ടെ, ക്രമസമാധാന പാലകന്മാർ മുന്നോട്ട് വരട്ടെ, അതിനോട് സഹകരിക്കാൻ സമൂഹം തയ്യാറാകട്ടെ. നിയമങ്ങൾ പോരാത്തതാണെങ്കിൽ പാർലമെന്റ് മുന്നോട്ട് വരട്ടെ, നിയമനിർമ്മാണ സഭകൾ മുന്നോട്ട് വരട്ടെ. പെണ്ണിന്റെ സുരക്ഷിതത്വത്തിനുള്ള നിയമങ്ങൾ അപൂർണമാണെങ്കിൽ അതിനെ പൂർണ്ണമാക്കാൻ ആവശ്യമായ ലെജിസ്ലേഷൻ, അതിനാവശ്യമായ നിയമനിർമ്മാണം, അതിനുവേണ്ടി രാജ്യത്തൊരു പുതിയ അവബോധം ഉണ്ടാക്കിയെടുക്കാൻ